സ്നേഹമാണ്. പണത്തിനു മീതെ പരുത്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ലിന്റെ ആവർത്തനമെന്നോണം ഇന്ന് സ്നേഹത്തിന്റെ കൂടാരങ്ങൾ പലപ്പോഴും ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം അഭിനവ യാഥാർത്ഥ്യങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിലെ കാഴ്ചകളും സംഭാഷണങ്ങളും ഒന്നും പുതുമയുള്ളതല്ല. നമുക്ക് ചുറ്റും ആവർത്തിക്കുന്ന ചില പതിവ് യാഥാർത്ഥ്യങ്ങൾ മാത്രം. വിനയപൂർവ്വം ആരംഭിക്കട്ടെ നസസ്സിലെ തണൽമരങ്ങൾ. ഈ കുന്ത്രാണ്ടതല നമ്പറൊക്കെ എവിടെ കൊണ്ട് വെച്ചേക്കുവാണോ? സമയത്ത് നോക്കിയ ഒന്നും കിട്ടില്ല. കിട്ടി. ഹലോ, എടാ രാജുവേ, എടാ നല്ല പോത്തുണ്ടോടാ? അയ്യോ, ആര്? അച്ഛനോ? അയ്യോ സോറി അച്ഛാ, മാറിപ്പോയതാ. കണ്ണൊന്നും പിടിക്കത്തില്ല അച്ഛോ. ഞാൻ പോത്തുരാജിനെ വിളിച്ചതാ. ക്ഷമിക്കച്ചോ, അറിയാതെ പറ്റിപ്പോയതാ. ഇതെന്നാ കുന്തമാണ്. ഇറച്ചി വിട്ടുകാരനെ വിളിച്ച അച്ഛനെ കിട്ടും, അച്ഛനെ വിളിച്ച പോസ്റ്റ്മാനെ കിട്ടും. എന്തൊരു കഷ്ടമാണോ ഇത്. ഒന്നുകൂടെ നോക്കാം. എടാ രാജു ആണോടാ? എടാ നല്ല പോത്തുണ്ടോടാ? എന്നാ വിശേഷമോ? തോമസ് കുട്ടിയും പിള്ളേരും ഒക്കെ ഇന്നെത്തും. 3-4 ദിവസം കൂടി വരുന്നതല്ലേ, ഒന്ന് ആഘോഷിച്ചേക്കാന്ന് കരുതിയടാ. എടാ നല്ല പോത്താണോടാ? എന്നാ ഒരു 4 കിലോ കൊടുത്തു വിട്ടേ. പൈസ ആണെങ്കിൽ കൊടുത്തു വിട്ടേക്കാം. എന്നാ ശരിടാ. ഇതാരായി രാവിലെ തന്നെ? എന്നാ പറ്റിയിട്ട് നിനക്ക്? ഒന്നും പറയണ്ട. പള്ളിയുടെ മുറ്റത്ത് മൊത്തം പുല്ലല്ലേ. മഴയത്ത് നനഞ്ഞു കിടന്നത് കൊണ്ട് കാലൊന്ന് തെന്നി. എന്നിട്ട് അതൊന്നും പറ്റിയോടി? ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് നടുവിരിച്ചു വീണില്ല. ലക്ഷ്മി വന്നില്ല ഇതുവരെ? ഇല്ല. ചൂട് പോലെ പിടിക്കണമെങ്കിൽ ഞാൻ വരാം. വേണ്ട, ഞാൻ കുറച്ച് കുഴമ്പെടുത്ത് തേച്ചോളാം. വലിയ പ്രശ്നമൊന്നുമില്ല. തോമസ് കുട്ടി വിളിച്ചായിരുന്നോ? അവൻ എവിടെ എത്തിയോ ആവോ? അവനല്ലല്ലോ എന്നെ ഒന്നും വിളിക്കത്തില്ലല്ലോ, നിന്നോടല്ലേ പറഞ്ഞത്. എന്തിനാ നിങ്ങൾ എപ്പോഴും അതൊക്കെ പറഞ്ഞ് അവനെ വേദനിപ്പിക്കുന്നത്? അവനൊരു തെറ്റ് സംഭവിച്ചു പോയി. അതിനിങ്ങനെ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തണം? കുറ്റപ്പെടുത്തിയതല്ലടി, നമുക്ക് അവൻ ഒറ്റ മകനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ സ്വപ്നം കണ്ടതാ അവനെ കുറിച്ച്. എന്നിട്ടിപ്പോ പുതിയ തലമുറയിലെ പിള്ളേരാകുമ്പോ എപ്പോഴും വീട്ടിൽ വന്നിക്കാൻ പറ്റൂ? നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോകാനേ. എടി, നമ്മളിൽ ഒരാള് പോയാ പിന്നെ നീ അത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അന്നമ്മേ? തെക്കേലെ കൊച്ചു വലുത് ചേട്ടൻ കഴിഞ്ഞ ആഴ്ച മരിച്ചപ്പോ കണ്ടത് 4 ദിവസം കഴിഞ്ഞ. മക്കളൊക്കെ പുറത്താ. വളർത്തി വലുതാക്കിയ അപ്പൻ ചത്തു ചീഞ്ഞു കിടന്നിട്ടും ഒരു മനുഷ്യക്കുഞ്ഞു പോലും അറിഞ്ഞില്ല. ഒരാഴ്ചക്കിടയിൽ അവരൊന്ന് അന്വേഷിച്ചു പോലും ഇല്ലെന്ന്. ലക്ഷ്മി, എന്താ വരാൻ താമസിച്ചത്? കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോയതാ ചേച്ചി. എന്തു പറ്റി? പനി വല്ലതും ആണോ? ഇന്നലെ അയാൾ വീണ്ടും വീട്ടിൽ വന്നു ചേച്ചി. എന്നെ അയാൾ തല്ലുന്നത് കണ്ട് കൊച്ചു പോയി അയാളെ പിടിച്ചു. അയാളെ ഞാൻ ചവിട്ടി. കൊച്ചു തെറിച്ചു പോയി. എന്റെ കൊച്ചിന്റെ കൈനിരൽ ഒടിഞ്ഞു പോയി ചേച്ചി. എന്തൊരു ക്രൂരതയാണ് അവൻ കാണിക്കുന്നത്. അവനെതിരെ ഒരു കേസ് കൊടുത്തുകൂടെ നിനക്ക്? എനിക്ക് പേടിയാ ചേച്ചി. ആരാ എനിക്കുള്ളത്? അയാൾ എന്റെ കൊച്ചിനെ കൊന്നുകളെ. ലക്ഷ്മി വിഷമിക്കാതെ, ഞാൻ ജിസമോളോട് പറയാം. അവൻ എന്തെങ്കിലും ഒരു വഴി കാണും. ചേച്ചി, എനിക്കൊരു സഹായം ചെയ്യാമോ? സിസ്റ്ററിനോട് പറഞ്ഞ് എന്റെ കൊച്ചിനെ അവരുടെ അനാഥാലയത്തിൽ ചേർക്കാമോ? ഇങ്ങനെ കിടന്ന് നരകിക്കുന്നതും ഭേദം. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. ലക്ഷ്മി ചെല്ലും. അത്യാവശ്യം പണിയൊക്കെ തീർത്തിട്ട് നേരത്തെ പൊക്കും. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അവര് വരുന്നോണ്ടാ കേട്ടോ.
എന്ത് പറ്റിയ അവർക്ക്? അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുവാണോ? പാവം കൊച്ച്, അതിനെ കൊണ്ട് അവൾ ഒറ്റയ്ക്ക് എന്നാ ചെയ്യാനാ? പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഇതാ ഇത് ലക്ഷ്മിക്ക് കൊടുത്താലേ, ആശുപത്രിയിലെ ചെലവനാന്ന് പറഞ്ഞാൽ മതി. അന്നമ്മേ, എടിയ വാക്കത്തെ ഇങ്ങെടുത്തേ, ഞാൻ 2 വാഴയില വെട്ടിക്കൊണ്ട് വരട്ടെ. ഉച്ചയ്ക്ക് നമുക്കൊരു സദ്യ കൊടുക്കാം. പിള്ളേർക്കൊക്കെ അത് വലിയ സന്തോഷമായിരിക്കും. അവര് വാഴയിലിട്ടൊന്നും തിന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ വളർന്ന പിള്ളേരല്ലേ, നിങ്ങൾ വെറുതെ കഷ്ടപ്പെടാനായിട്ട്. എടി, പിള്ളേർക്ക് അത് ഇഷ്ടമില്ലെങ്കിലും അവനത് വലിയ ഇഷ്ടമാണ്. നിനക്കറിയാമല്ലേ, പണ്ട് ഉച്ചയ്ക്ക് സ്കൂളിൽ പോകുമ്പോ പൊതി കെട്ടിക്കൊണ്ടുപോകാൻ അവന് വലിയ സന്തോഷമായിരുന്നു. വൈകുന്നേരം തിരിച്ചു വന്ന് നീ പൊതി കെട്ടിക്കൊടുത്ത ഇലപ്പൊതിച്ചോറിന്റെ അകത്തെ മുട്ടയുടെ മണത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഓർമ്മയുണ്ടോടി? എന്നാ നിങ്ങൾ ഇരുന്ന് വേഗം വെട്ടിക്കൊണ്ടോ. പപ്പടം തിന്നു കേട്ടോ, അതും കൂടി വാങ്ങിച്ചോണ്ട് വരണേ. ആദ്യം ഞാൻ പോയി ഇല വെട്ടിയിട്ട് വരാം, നീ ചെല്ല്. പിന്നെ ലക്ഷ്മിയെ നേരത്തെ വീട്ടിൽ വിട്ടേരെ, ഞാനിപ്പോ വരാം. അന്നാമോ, ഇതൊന്നും എടുത്ത് വെച്ചോ. അവൻ വിളിച്ചോടി. ഇതുവരെ ഇല്ല. നിങ്ങളൊന്ന് ചോറ് കഴിക്കേ. പ്രഷർ ഷുഗറും ഒക്കെ ഉള്ളതല്ലേ, നേരെ 2 മണിയാവുന്നു. മരുന്ന് കഴിക്കാനുള്ളതല്ലേ, അവർ വന്നോളൂ. വേണ്ടടി, അവൻ കൂടി വന്നിട്ട് കഴിക്കാം. പിള്ളേരുടെയൊക്കെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് എത്ര കാലമായി. ഞാനൊന്ന് പോയി മേല് നനച്ചിട്ട് വരാം. എന്നാ ഞാനെങ്ങനെ ചെല്ലട്ടെ. പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരാണോ? അവരാണെന്ന് തോന്നുന്നത്. നിങ്ങൾ മുഖം വെപ്പിച്ച് നിൽക്കാതെ അവരോട് അവരോട് മിണ്ടണം കേട്ടോ. പിള്ളേരെ കാണാൻ കൊതിയാവും. ഞാനേ ലക്ഷ്മിയെ കുടിക്കാനെടുക്കാൻ പറഞ്ഞിട്ട് വരാം. വന്നോ? തിരുവനന്തപുരത്താണോടാ വന്ന? അതെ, കുറച്ച് ലേറ്റ് ആയി. എടാ തോമസ് കുട്ടി, നീ വന്നോടാ. എടാ അവളും പിള്ളേരും ഒക്കെ എന്തിയടാ? അവൾക്കെന്തോ ലീവ് എടുക്കാൻ പറ്റിയില്ലാന്ന്. അവളില്ലാതെ പിള്ളേരും പറ്റില്ല. പിന്നെ ഞാനും നിർബന്ധിച്ചില്ല. അവർക്ക് ഇവിടെ ഒന്നും സെറ്റ് ആകത്തില്ല. എന്നാലും കഷ്ടമായി പോയി. നീ വന്ന് ചോറ് കഴിക്കേ. ഞാൻ വന്നപ്പോൾ പുറത്തുനിന്ന് കഴിച്ചു. എനിക്ക് ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല. ഞാനൊന്ന് കിടക്കട്ടെ. ചാച്ച, അന്നമ്മോ, വിളമ്പ് വെച്ചതൊന്നും തിരിച്ചെടുത്ത് വെക്കണ്ട. ഞാൻ കഴിക്കാൻ വരുമോ? നല്ല വിശപ്പുണ്ട് എനിക്ക്. അവനെന്നാ പറ്റി? അവനെന്താ ഇങ്ങനെ? മക്കൾ വലുതാകുമ്പോ അപ്പനമ്മമാർ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. അതാണടി പുതിയ ലോകത്തിന്റെ പാഠം. ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ട്. വിളിച്ചവർ വരാതിരുന്നപ്പോ വിളിക്കപ്പെടാത്തവരെ കൂടെ ഇരുത്തി വിരുന്നു കൊടുത്ത ഒരു കഥ. അകത്ത് പോയി പാത്രം എടുത്തു വെക്ക്. 1 അല്ല 3. അവൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ആക്കാം. 3 വേണം. അവളെയും കൂടി വിളിക്കേ, ലക്ഷ്മിയെ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകാൻ അവൻ. ചാച്ചാ, എന്നാ ഉറങ്ങുവാണോ? മോളോ? ജിസ്മിമോളെ, നീ എന്തോന്നും പറയാതെ ഇങ്ങോട്ട്? എനിക്കെന്താ, എന്റെ വീട്ടിൽ വന്നൂടെ? കർത്താവിനെ കെട്ടിച്ചു കൊടുത്തെങ്കിലും ഇത് ഇപ്പോഴും എന്റെ വീട് തന്നെയാണ്. എവിടെ എന്റെ ചേട്ടൻ? നേരിട്ട് കണ്ടാലെങ്കിലും ഓർമ്മയുണ്ടായെന്ന് നോക്കട്ടെ. എവിടെ? അതൊന്നും പറയണ്ട മോളെ. അവരെല്ലാവരും കൂടി വരുമെന്ന് പറഞ്ഞ് ചാച്ചൻ ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങി ഒരുക്കവാ. വലിയ സന്തോഷമായിരുന്നു. പക്ഷെ അവൻ മാത്രമേ വന്നുള്ളൂ. വന്നതും
എന്തൊക്കെയോ മാറ്റം. അവൻ പഴയതുപോലൊന്നും അല്ല മോളെ. ചാച്ചന് വലിയ വിഷമമായി. അതൊക്കെ നിനക്ക് തോന്നിയതായിരിക്കും. എവിടെ? ഞാൻ ചോദിക്കാമല്ലോ അവനോട്. അവൻ വന്നു, അകത്ത് കയറി, പിന്നെ മുറി കയറിയിരുന്നു, പിന്നെ ഇപ്പൊ എങ്ങോട്ടും ഇറങ്ങിപ്പോയി. മോളെ, ശരിക്കും അവനെന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പ്രശ്നം കാരണം ചിലപ്പോ നിങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയല്ല മോളെ, എനിക്കെന്തോ പേടിയാകുന്നു. മോള് വല്ലതും കഴിച്ചോ? ഓഹോ, ഇവിടെ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടിയാണ് മഠത്തിലെ ഫീസ്റ്റ് പോലും വേണ്ടെന്ന് വെച്ച് വന്നത്. നല്ല വിശപ്പ്. എന്നതാ അവളെ കഴിക്കാൻ? എല്ലാം ഉണ്ട് മോളെ. ഉണ്ടാക്കി വെച്ചതൊന്നും ആരും കഴിക്കാനില്ലാതിട്ട് ഞാൻ അത് ലക്ഷ്മിക്ക് എടുത്തു കൊടുത്തു. പാവം, അവളുടെ കൊച്ചിന്റെ കൈ അവൻ തല്ലി ഒഴിച്ചു. നിന്റെ ഓർഫനേജിൽ എങ്ങാനും ആ കൊച്ചിനെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. വേഗം എനിക്ക് ഫുഡ് എടുത്തേ. എന്നതാ സ്പെഷ്യല്? നീ വാ, എല്ലാം തിന്ന് തീർത്തിട്ട് നിന്നെ ഞാൻ വിടും. ഹലോ, അതെ അതെ, ആ ഇടത്തോട്ട് തിരിയുമ്പോ 4ാമത്തെ വീട്. അതെ, ആ നീല പെയിന്റടിച്ച വീട്. അതെ, അകത്തേക്ക് പോകൂ, ഞാനിവിടെ ഉണ്ട്. ചേട്ടായി വന്നോ? ഞാൻ അറിഞ്ഞില്ല, അകത്തായിരുന്നു. നിന്റെ വക്കീൽ പണിയൊക്കെ എങ്ങനെ പോകുന്നു? അത് പാസ്സായെന്നല്ലേ ഉള്ളൂ. പിള്ളേരുടെ കൂടെയാണ് എപ്പോഴും. ആ ഓർഫനേജുമായി ബന്ധപ്പെട്ട് കുറെ കേസൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ പണി. ഇപ്പൊ അച്ഛന്മാർക്കും കണിയാച്ചന്മാർക്കും ഇതാണല്ലോ പണി. ചേട്ടായി എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? നേരത്തെ പള്ളിയിൽ ഇറങ്ങാത്ത ആളായിരുന്നല്ലോ. അതൊക്കെ അന്ന്. ഇപ്പോ വിവരം വെച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന്. അതെന്നെ ചേട്ടായി അങ്ങനെ പറഞ്ഞത്? പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ എല്ലാരും പറഞ്ഞതല്ലേ? അതങ്ങനെയാ, ഓരോരുത്തർക്കും സ്വന്തം കാര്യം വരുമ്പോഴല്ലേ അറിയൂ. ചേട്ടായി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതുവരെ ഇങ്ങനെയൊന്നും അല്ലല്ലോ. നീ ആദ്യം പോയി ക്രിസ്ത്യാനികൾ നന്നാക്കാൻ നോക്ക്, ഇങ്ങോട്ട് വേണ്ട. അതെന്താ? ചേട്ടായി ക്രിസ്ത്യാനിയല്ലേ? ഇപ്പൊ അല്ലം തന്നെ കൂട്ടിക്കോ. നീ എന്നെ ആൾക്കാരാണ് ഈ പറയുന്നത്. ദൈവദോഷം പറയരുത്. വായി തോന്നുന്നില്ല പറയുക. ഒരു മതം മാത്രമല്ലോ ഈ ലോകത്തുള്ളത്. ആരാ? രജിസ്റ്റർ ഓഫീസിൽ നിന്നാ. ഈ സാറ് വന്നിട്ട് വന്നതാ. ഇതെന്താ ചേട്ടായി കാണിക്കുന്നേ? നീ എന്താണ് ഇവിടെ വല്ല കച്ചവടം നടത്തുന്നുണ്ടോ? ചാച്ചൻ അറിയാത്ത എന്ത് കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്? വായ്പാകാലത്ത് എല്ലാവർക്കും കൂടി വലിയ പുണ്യം മൂത്തിട്ടെ വലിയ കന്യാസ്ത്രീ എഴുതി കൊടുക്കാതിരിക്കാൻ ഞാനൊരു മുൻകരുതൽ എടുത്തതാ. ചേട്ടായി, നിനക്കെന്താ അവളെ കെട്ടിയപ്പോ നിന്റെ വെളിവ് നഷ്ടപ്പെട്ടോ? വെളിവ് നഷ്ടപ്പെട്ടതേ നിങ്ങൾക്കാ. എല്ലാരും കൂടെ ചേർന്ന് എല്ലാം എഴുതി കൊടുക്കാൻ വേണ്ടിയല്ലേ ഇവിടെ കയറി ഇറങ്ങുന്നത്. നിന്റെ അഹങ്കാരം. ഇത് അവളുടെ കൂടെ വീടാ. ഇവിടെ അവൾ വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല, ഞങ്ങളാ. ഇനി ഞാനിവിടെ വരുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പോവുക. ചാച്ചനും അമ്മയ്ക്ക് എന്നെ കാണാൻ തോന്നുമ്പോ അങ്ങോട്ട് വന്നാൽ മതി. നീ എവിടെ പോവാ? അവിടെ നിൽക്ക്. എവിടെയോ കണ്ട പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ കയറിയപ്പോ ഞങ്ങൾ എതിർത്തു. അതിലെന്നതാണ് അവർ തെറ്റ്? ഊരും പേരും അറിയാത്ത അവള് നിന്റെ ജീവിതം മുടക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അന്ന് ഞങ്ങൾ എതിർത്തത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? അവളെ തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്ത് അവളുടെ കൂടെ നാട് വിട്ടു. എന്നിട്ടെല്ലാം തീർന്നപ്പോ വന്നേക്കുവാ അപ്പന്റെ സ്വത്തെഴുതി വാങ്ങിക്കാൻ. വേണ്ട, നിർത്ത്. ഇല്ല മോളെ, ഇനി ഇത് പറയാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. കവലയിൽ ചെന്നപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത്. ഇവന്റെ ജോലിയും പോയി, എല്ലാം പോയി. ഇവനിട്ട് ചവളും പിള്ളേരും പോയടി. എന്നിട്ട് സ്വത്തെഴുതി വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ മോനെ? ചേട്ടായി, ഇതെന്താ ഞങ്ങളോട് പറയാതിരുന്നത്? അപ്പോ ഇത്രയും കാലം നീ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? എന്തിനാ മോനെ നീ ഞങ്ങളോട് ഇങ്ങനെ? അവന് നമ്മളെ ഒന്നും വേണ്ടടി. അങ്ങനെ വേണമായിരുന്നെങ്കിൽ അതൊരു വാക്കെങ്കിലും ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മളോട് പറഞ്ഞ. ചാച്ച, നമുക്ക് എങ്ങനെയെങ്കിലും ചേട്ടായി പറഞ്ഞ് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കാൻ? ഓരോ തവണ അവൻ ഫോൺ വിളിക്കുമ്പോഴും ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇല്ല. പ്രായമാകുമ്പോ അപ്പനമ്മമാരെ കേൾക്കാൻ കൊതിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള ശബ്ദം തന്റെ മക്കളുടെ സ്നേഹമുള്ള ഒരു വിളിയാ. അതുപോലും അവൻ എനിക്ക് തന്നില്ല പോലെ.
ചേട്ടായി ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകുന്നു ഞാൻ ഒരിക്കലും ഓർത്തില്ല. ലക്ഷ്മിയോടും കൊച്ചിനോടും ഇവിടെ വന്ന് താമസിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞ മോള് സമ്മതിക്കണം. എന്താ ചാച്ചാ? അവനും അവന്റെ കൊച്ചുങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി ഞാനും നിന്റെ അമ്മയും കൂടി ആരും അറിയാതെ ഒരു നിക്ഷേപം നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6 ഏക്കർ സ്ഥലം അങ്ങ് തൊടുപുഴയില. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. അതിലൊരു 5 ഏക്കർ അത് നിന്റെ അനാഥ മന്ദിരത്തിലെ പിള്ളേർക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ചു കഴിഞ്ഞു. ബാക്കി 1 ഏക്കർ അത് ഇത്രയും നാൾ ഞങ്ങളെ നോക്കിയ ലക്ഷ്മിക്കും അവന്റെ മകനും വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കുക. ബാക്കിയൊക്കെ അവനെടുത്തോട്ടെ. ചാച്ചാ, ചാച്ചന്റെ ഈ വലിയ മനസ്സ് അത് ചേട്ടായിക്ക് കിട്ടാതെ പോയല്ലോ. സ്നേഹം അതുമാത്രം നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ മോളെ. ശരിയാ ചാച്ചാ, അത് കൊടുക്കാനേ നമുക്ക് പറ്റൂ. ഞാൻ സുപ്പീരിയർ അമ്മയോട് പറയാം. എന്റെ ഒരാഗ്രഹം കൂടി മോള് സാധിച്ചു തരണം. എന്താ ചാച്ചാ? നിങ്ങളുടെ അനാഥ മന്ദിരത്തിൽ എനിക്കും കൂടി ഒരു മുറി തരുമോ മോളെ? അവളില്ലാതെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെ. എടി അന്നമ്മേ, ഇപ്പോ എനിക്കൊരു സമാധാനമുണ്ട്. എല്ലാ ഉത്തരവാദിത്വവും ഇറക്കി വെച്ചപ്പോ. ഒരാള് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ആ, താനാണോ? എടോ, എവിടെയാ ഒപ്പിടേണ്ടത്? ബാക്കിയെല്ലാം താൻ ചെയ്താൽ മതി. ചെലവാകുന്നത് എന്താന്ന് വെച്ചാ പറഞ്ഞാൽ മതി, ഞാൻ തന്നോളാം. ശരി വർഗീസ് ചേട്ടാ, പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ അറിയിക്കാം. ചാച്ചാ, ചേട്ടായി വന്നിട്ടുണ്ട്. അവനോ? അവനെന്തിനാ? വാ ചേട്ടായി. ചാച്ചാ, എന്തിനാണ് വന്നത്? നീ ചോദിച്ചതൊക്കെ നിന്റെ പേരിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും നിനക്കുള്ളതായിരുന്നല്ലോ എല്ലാം. പിന്നെ എന്തിനാണ് നീ? ചാച്ചാ, ചാച്ച എന്നോട് ക്ഷമിക്കണം. കടം വാങ്ങി മടുത്തപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയത്. അതൊന്നും പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അപ്പൊ നീ തിരിച്ചു പോയില്ലേ ഇതുവരെ? ഇല്ല ചാച്ച, എനിക്കിത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. മോനെ തോമസ് കുട്ടി, നീയാണ് മോനെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയത്. ഞങ്ങളെപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ചാച്ച വരണം വീട്ടിലേക്ക്. വരില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇപ്പോഴില്ല. അതിന് നിന്റെ വീടാ. ഒരു പുതിയ ജീവിതം നിനക്ക് തുടങ്ങാനുള്ള നിന്റെ കൂടാരം. അവിടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. നീ അവിടെ ഒരു കുടുംബം കെട്ടുമ്പോഴേക്കും ഞാൻ തന്നെ വന്നോളാം. പിന്നെ ഒരു കാര്യം കൂടി നിന്നോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് ആ പള്ളിയിൽ കയറി ഒന്ന് കുമ്പസാരിച്ചിട്ട് പോകണം. മടത്തിപ്പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിന്നപ്പോ ഞങ്ങളോർത്തു നിന്നെ ഞങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണെന്ന്. പക്ഷേ ഇന്നാണ് നിന്റെ ഈ വിളി എത്ര മനോഹരമാണെന്ന് എനിക്ക് ബോധ്യമായത്. ഒരു സന്യാസിയുടെ മാതാപിതാക്കളാകുക എന്നാൽ അതൊരു ഭാഗ്യം തന്നെയാണ് മോളെ. ചാച്ചാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ മോളെ.